കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതി പ്രവേശന വിഷയമാണ് NDA ഉയർത്തിക്കാട്ടിയത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ടുകൾ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇവിടെ നേടാനും കഴിഞ്ഞു. ഇക്കുറി അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലില്ല. പകരം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക? പകരം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കാർഷിക മേഖല, ഇവിടെ ഒരുപാട് പ്രവാസികളുള്ള സ്ഥലമാണ്, ഇവിടെ ഒരുപാട് യുവതി യുവാക്കളുള്ള സ്ഥലമാണ്. ഇവർക്കെല്ലാം പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പം കഴിഞ്ഞ വർഷം ഇപ്പം പത്തനംതിട്ടയിൽ ശ്രീ കെ സുരേന്ദ്രൻജി അദ്ദേഹം വോട്ടുകൾ ഏകദേശം ഇരട്ടിയിലധികമാക്കി. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മാത്രമല്ല നമ്മൾ കണ്ടത്, തൃശ്ശൂരും നമ്മളത് കണ്ടു. പല മണ്ഡലങ്ങളിലും നമ്മൾ ആറ്റിങ്ങലിലും പല മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള ആലപ്പുഴ പല മണ്ഡലങ്ങളിലും ഇതുപോലെ ഇരട്ടിയിലധികം വോട്ട് നമ്മളാക്കി. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ ഒരു ചുവടുവെപ്പായിരുന്നു. ഇപ്പൊ പല മണ്ഡലങ്ങളിലും നമ്മൾ വോട്ട് ഇരട്ടിപ്പിച്ചു. ഇതേ മണ്ഡലങ്ങളിൽ നമ്മൾ ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചെയ്യാൻ പോകുന്നത്. കാരണം തന്നെ ഇതൊരു ശബരിമല വിഷയം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. പക്ഷെ ശബരിമലയും ഒരു വിഷയമാണ്. കാര്യം നമ്മൾ ശബരിമലയിലെ സിറ്റുവേഷൻ നോക്കും. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് ഈ ശബരിമല. ഈ ശബരിമലയിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പവിത്രത നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അയ്യപ്പ ഭക്തനും ഒരിക്കലും മറക്കില്ല, എത്രയൊക്കെ ശ്രമിച്ചാലും. പിന്നെ നിങ്ങൾ നോക്കൂ, 10, 50, 60 രാജ്യങ്ങളിൽ നിന്ന് എല്ലാ വർഷവും തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ശബരിമല. പക്ഷെ ഇവിടെയൊന്നും അടിസ്ഥാന സൗകര്യം പോലുമില്ല. പക്ഷേ നിങ്ങൾ BJP ഭരിക്കുന്ന UP-യിൽ പോകൂ, ഗുജറാത്തിൽ പോകൂ, അവിടെ സോംനാഥിൽ പോകൂ, അയോധ്യയിൽ പോയി, വാരണാസിയിൽ പോകൂ, ഇവിടെയൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കൂ. ഇവിടെയൊക്കെ അന്താരാഷ്ട്ര നിലവാരമുള്ള എയർപോർട്ടുകളുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, 6 വരിയും 8 വരി പാതകളുമൊക്കെയാണ് അവിടെ ഉള്ളത്. അതുപോലെ എല്ലാവർക്കും ഏതൊരു തീർത്ഥാടകൻ പോയാലും അവരുടെ ഇപ്പം ലോകാത്തര നിലവാരമുള്ള താമസ സൗകര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാം ഇതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പം ഇവിടെയും മോദിജി ഈ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കുന്ന സ്ഥലത്ത് കേരളം വികസിക്കണം, പത്തനംതിട്ട വികസിക്കണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കേണ്ടത് അനിവാര്യമാണ്. ആ സ്ഥാനാർത്ഥി ഇവിടെ ഞാനാണ്. അത് കാരണം തന്നെ ഇവിടുത്തെ ജനങ്ങൾ എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങ് പത്തനംതിട്ട എടുക്കും എന്ന് തന്നെയാണോ പറയുന്നത്? ഇപ്പം ഞാൻ അങ്ങനത്തെ ടേംസ് ഒന്നും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ വളരെ വളരെ ഷ്യൂറിറ്റിയോടെ ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ ജയിക്കും.